ഇന്നത്തെ കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് എന്താവണം എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും ഇല്ല എന്നുള്ളൊരു സാധനം പറയാറുണ്ട്. ഓക്കെ, ഇന്നത്തെ കുട്ടികളായിട്ട് എന്നെക്കാളേറെ ഡീൽ ചെയ്ത ആളാണ് ഷുക്കൂർ സാർ. ഇന്നത്തെ കുട്ടികൾ അങ്ങനെ കുട്ടികളാണോ, അതോ ഇന്നത്തെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതോ പാരൻസിൻ്റെ പ്രശ്നമാണോ? ബുദ്ധനൊക്കെ ഇപ്പോൾ തിരിച്ചു വന്നിരുന്നെങ്കിൽ, ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇമ്പൾസിവിറ്റി ഇല്ലാത്ത ശാന്തമായ ഒരു മൈൻഡ്ഫുൾനെസ് ആണെങ്കിൽ ഞാൻ പറയാം, ബുദ്ധനോ ജീസസോ അഷ്ടവക്രനൊക്കെ ഇപ്പം തിരിച്ച് ട്രാവൽ ചെയ്ത് വരികയാണെങ്കിൽ ബി ഹാപ്പി. കാരണം അവരെന്താണോ പണിയെടുത്തത് ആ പണിയോട് നടന്നു. അപ്പോൾ നമ്മൾ കേൾക്കുന്ന രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഒരു കാര്യവും ഇല്ലാതെ ഒരു 11 മണിക്ക് ശേഷം ഉറക്കം ഒഴിവാക്കുക എന്ന് പറയുന്നത് അത് ഭീകരമായ നഷ്ടം ഉണ്ടാക്കും. 15 വയസ്സ് ഒരു 10th കഴിയുന്നവരെ ഒരു കുട്ടിക്ക് ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ that should be in parental observation and supervision. സോ നമുക്ക് ഇതിൽ നിന്ന് അടുത്തൊരു ആസ്പെക്റ്റിലേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പല നോളേജുകളും സ്കില്ലുകളും ഫ്യൂച്ചർ സ്കില്ലുകളും മറ്റും പലതും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം ഡിസ്കസ്. അപ്പം ഇതിന് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു ഡിസ്കഷൻ വരുന്ന സമയത്ത് തന്നെ സത്യം പറഞ്ഞാൽ രണ്ട് ഡയമെൻഷൻ ഉണ്ട്. ഒന്ന് പലരും പറയുന്നു നമ്മൾ സ്കൂൾ സിസ്റ്റം ഔട്ട്ഡേറ്റഡ് ആണ്, സ്കൂളിൽ ഔട്ട്ഡേറ്റഡ് ആവാത്ത കാര്യം, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റുകളുണ്ട്. രണ്ടാമത്തെ ഒരു സെറ്റ് ഓഫ് ആളുകൾ ഇത് സ്കൂളിൽ നിന്നല്ല പഠിപ്പിക്കേണ്ടത്, വേറൊരു സിസ്റ്റത്തിലാണെന്നുള്ളത്. അപ്പോൾ ശരിക്ക് സ്കൂൾ ഔട്ട്ഡേറ്റഡ് ആയതാണ്. പക്ഷേ എസ്പെഷ്യലി ഞാനിത് ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മളെ സ്കൂൾ സ്റ്റുഡൻസിന്, സ്കൂളിൽ നിന്നല്ല ഫോർമൽ എഡ്യൂക്കേഷൻ, അത് സ്കൂളാവാം കോളേജ് ആവാം, അവിടെ വരുന്ന ആളുകൾക്ക് പുറത്തേക്ക് വരുന്ന സമയത്ത് ഇന്നത്തെ ഒരു ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്കില്ല് കിട്ടാത്ത പ്രശ്നമുണ്ട്. സ്കില്ലില്ലാത്ത പ്രശ്നം പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഞാനും ഒരുപാട് ഇൻ്റർവ്യൂസ് നടത്തുന്ന ആളുകളാണെന്നുള്ളത്. അപ്പം എവിടെയാണ് ആ പ്രശ്നം വന്നിട്ടുള്ളത്? അതൊരു സിസ്റ്റമിക് പ്രോബ്ലമാണോ, സ്കൂളുകളുടെ പ്രശ്നമാണോ, അതോ നമ്മൾ അവെയർ ആവാത്ത പ്രശ്നമാണോ, സ്റ്റുഡൻസ് റെഡി ആവാത്ത പ്രശ്നമാണോ, എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഓക്കെ, ഞാൻ ഈ ചോദ്യത്തിന് തിരിച്ച് വളരെ മൗലികമായ ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. നമ്മൾ സ്കൂള് ഉണ്ടാക്കിയതിൻ്റെ പർപ്പസ് എന്താ? ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല, മൊത്തം ഒരു ഹോൾ വേൾഡിൽ എപ്പോഴാണ് നമ്മളൊരു സ്ട്രക്ചേർഡ് ആയ സ്കൂളിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവുക? ബാക്കി നീഡ്സൊക്കെ ഫുൾഫിൽ ചെയ്തു, നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ തുടങ്ങി. നമ്മളെ കുട്ടികൾ, വളർന്നുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടികൾക്ക് ഒരുപാട് നോളേജ് സ്കില്ലുകൾ ഇല്ല എന്ന് മനസ്സിലായി. പാരൻസിന് അവരുടെ നോളേജിലോ സ്കില്ലോ ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക്, ഒരു സോഷ്യൽ ലെവലിലേക്ക് രക്ഷിതാക്കൾക്ക് ജോലിക്ക് പോകുമ്പോൾ സമപ്രായക്കാരായ ആളുകളുള്ള ഒരു സേഫ് കസ്റ്റഡി ആയിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ, ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്. അതൊരു സത്യമാണ്, എന്ത് തന്നെ അതിൻ്റെ പേരിലുണ്ടായത്. ഇത് അൺകോൺഷ്യസ്ലി മിക്ക രക്ഷിതാക്കളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അതൊരു സേഫ് കസ്റ്റഡിയാണ്. എല്ലാവരും പോകുന്നത് കൊണ്ട് എൻ്റെ കുട്ടിയും പോകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ റിവാർഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്യൂച്ചറിനെ കണ്ടുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള റിവാർഡിങ് സിസ്റ്റവുമില്ല. അതേപോലെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ലേണിംഗ് പ്രശ്നമുള്ള, ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ ഉള്ള കുട്ടികൾ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും രക്ഷിതാക്കളോട് ചോദിക്കും, താഴെ പിന്നെ ഫീഡ് ചെയ്യുന്ന കുട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ താഴെ ഒരു 3 വയസ്സ് താഴെയുള്ള കുട്ടി ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ മിക്ക ആൾക്കാർ കേസിൽ സംഗതി ഉണ്ടാവും. അതായത് അതുവരെ കൊടുത്തിരുന്ന ഒറ്റയടിക്കും കൂടി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യും, ഒരൊറ്റപ്പെട്ട പോലെ സംഭവിക്കും. ഞാൻ ഇതിനൊക്കെയും കണക്ട് ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒരു കുട്ടി എഴുന്നേറ്റ് നിൽക്കാനുള്ള പ്രായമായാൽ, നമ്മളുടെ ഒരു ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ ഒരു 1.5 വയസ്സായാൽ മുതൽ സ്ലോലി ആ കുട്ടിയെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, എല്ലാ അർത്ഥത്തിൽ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിക്ക് കളർ വൈസ് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ, സൈസ് വൈസ് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ, ആ ഡ്രസ്സ് മാറ്റി വെക്കുന്ന പ്രോസസ്സ് മുതൽ അയാൾക്ക് ഡെസിഗ്നേറ്റഡ് ആയ ഒരു പ്ലേറ്റ് കൊടുത്ത് ആ പ്ലേറ്റ് കൃത്യ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. ആ വെക്കുമ്പോഴൊക്കെയും റിവാർഡ് കൊടുത്തുകൊണ്ട് സ്ലോലിയാണ് ഓരോ കുട്ടിയെയും ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇത് സംഭവിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് നോക്കുക, ഒറ്റ കുഞ്ഞു കാര്യം. ഒരു കുട്ടി ഇന്ന് പ്രീ പ്രൈമറി ആണ്, നമ്മളിപ്പോൾ പുതിയ കാലത്ത് അങ്ങനെയുള്ള ജൂൺ 1 ആ കുട്ടി പോവുകയാണ് അങ്ങോട്ട് പ്രീ പ്രൈമറിയിലേക്ക്. എന്നിട്ട് ആ വെക്കേഷനിലൊക്കെ ബന്ധുക്കളായ ആൾക്കാരൊക്കെ പറയും, അന്ന സ്കൂളിൽ ചേർക്കൂട്ടോ, സ്കൂൾ തുറന്നാൽ. ഇത് പറയുമ്പോൾ തന്നെ ഇതെന്തോ സ്കൂൾ എന്ന് പറയുന്നത് എന്തോ ഒരു അപകടകരമായ ഒരു സ്ഥലത്ത്, നിന്നെ ജയിലിൽ വിടുട്ടോ എന്നൊക്കെ പറഞ്ഞു, അങ്ങനെയുള്ള അല്ലേ. അല്ലാതെ ആ സ്കൂളിനെ കുറിച്ചൊരു ഹോപ്പ് കൊടുത്ത് സംസാരിക്കുന്ന, ആ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിക്ക് ഫാമിലിയിലുള്ള ആൾക്കാർ വന്ന് ഗിഫ്റ്റ്, ബുക്സ് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു കൾച്ചർ നമുക്കുണ്ടാവും. ഇല്ലല്ലോ? ഇല്ല. ഞാൻ പേര് പറയണില്ല, പുള്ളിക്ക് ഇഷ്ടം ആവുമല്ല അറിയാത്ത, നമ്മൾ രണ്ടുപേരും ഒരു കോമൺ സുഹൃത്തായ
വലിയ മലപ്പുറത്ത് എനിക്ക് തോന്നുന്നു എല്ലാ അർത്ഥത്തിലും കൾച്ചറലി റിച്ചായ ഫിനാൻഷ്യലി റിച്ചായ ഒരു ഫാമിലിയിലെ നമ്മളെ രണ്ടുപേരെയും അറിയുന്നൊരു സുഹൃത്ത് എപ്പോഴും ഇമോഷണലി പറയുന്ന സാറുണ്ട്. എൻ്റെ കുട്ടിക്ക് ഇഷ്ടംപോലെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ കുട്ടി പ്രീ സ്കൂൾ ചേരാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസങ്ങളിൽ ആദ്യമായിട്ട് ആദ്യമായിട്ടും അവസാനമായിട്ടും ബുക്ക് ഗിഫ്റ്റ് ചെയ്തത് ഞാനാണ്. അത് ഞാനാണ് കൊടുത്തത് എന്ന് പറയാം. ഞാൻ കൊടുത്തതിനെ കുറിച്ച് പറയല്ല. ഈ ഒരു കൾച്ചർ നമുക്ക് ഇല്ല. അപ്പോൾ സ്കൂൾ എന്ന് പറയുന്നത് എന്തോ ഒരു അപകടകരമായൊരു സ്ഥലമാണ് എന്നുള്ള അർത്ഥത്തിൽ ആളുകൾ തമാശക്ക് പറയണായിരിക്കും. ഇതേപോലെ നമ്മൾ ചെയ്യുന്ന സ്ഥിരം മിസ്റ്റേക്കാണ് എന്ത്, താഴെ ഒരു കുട്ടി ഉണ്ടാവുക, ഇനി എല്ലാവർക്കും ഇഷ്ടം, ഉപ്പക്കും ഉമ്മക്കും ഇഷ്ടം ആ കുട്ടീനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ, ഇത് ഒരു കുട്ടിക്ക് ഉണ്ടാക്കുന്ന മുറിവിനെ കുറിച്ച് നമ്മൾ ഒട്ടുമേ രക്ഷിതാക്കൾ ചിന്തിക്കില്ല. എഗെയിൻ ആൻഡ് എഗെയിൻ നമ്മൾ ആ മിസ്റ്റേക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഊന്നി പറയാം, നമ്മൾ ഒരു ഉത്തരവാദിത്വത്തിൽ ഊന്നിയുള്ള വിദ്യാഭ്യാസമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്. അത് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്പേസ് എവിടെ എന്നുള്ളത് ഓരോ രക്ഷിതാവും ആ ഉത്തരവാദിത്വത്തിൽ ഊന്നിയ വർക്ക് ഞാൻ എങ്ങനെയാണ് കുട്ടിക്ക് കൊടുക്കേണ്ടതെന്ന് ഓരോ ടീച്ചറും യഥാർത്ഥത്തിൽ ആഴത്തിൽ ആലോചിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ ഇതിലേ ഞാൻ നേരത്തെ ചോദിക്കണമെന്ന് കരുതി മിസ്സായതായിരുന്നു. ഇപ്പം നമ്മളെ കുട്ടികൾക്ക് റിവാർഡ് കൊടുക്കുന്നതിന് ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ശുക്ർ മാഷ് പറഞ്ഞ പോലെ ഓണർഷിപ്പ് കൊടുക്കുക, ഫ്രീഡം കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഇത് നമ്മളെ പാരൻസ് സത്യം പറഞ്ഞാൽ വളരെ ലേറ്റായിട്ടാണ് കൊടുക്കുന്നത്. പലപ്പോഴും പേടി കൊണ്ടോ അല്ലെങ്കിൽ സ്നേഹം കൊണ്ടാണ് ഓൻ അതിനായിട്ടുണ്ടോ ഇതിനായിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പം എങ്ങനെയാണത് കൊടുക്കേണ്ടത്? ഐ മീൻ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, ഏതൊക്കെ രീതിയിൽ അത് തുടങ്ങണം എന്നുള്ളതാണ്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു പോയത് ഇനി മറന്നു പോകുന്നുണ്ട്, അതാദ്യം. ഓക്കെ, ഈ റിവാർഡിന് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ടാഞ്ചിബിൾ ആയ സാധനം തന്നെ കൊടുക്കണമെന്നില്ല. നമുക്കൊക്കെയും അറിയുന്ന സ്കൂളിൽ എനിക്ക് തോന്നുന്നു BEd/TTC സിലബസിലൊക്കെ ഉള്ളതാണെങ്കിൽ ഈ റിവാർഡിൻ്റെ പല ഫോമുകളുണ്ട്. അപ്പോൾ അതിൽ ടോക്കൺ എക്കണോമി, ഓക്കെ, നിങ്ങൾ നേരത്തെ പച്ച ഹേർട്ടിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ പച്ച ഹേർട്ട് നമ്മൾ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു എന്തോ 100 പച്ച ഹേർട്ട് ആയി കഴിഞ്ഞാൽ അത് JRFിലേക്ക് ആണ്. അപ്പോൾ എനിക്ക് JRF കിട്ടാൻ പോകുന്നു എന്നുള്ളത് ഓരോ പഠിക്കുന്ന മനുഷ്യൻ്റെയും വലിയൊരു സ്വപ്നമാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു അന്ധവിശ്വാസം പോലെ ഒരു സാധനം, ഒരു എലിമെൻ്റ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ 100 നേടാനുള്ള ഒരു ശ്രമം ഒരാൾ എത്ര അപ്പോൾ കിട്ടും. ഈ പറയുന്ന 100 ടാസ്ക് ഒരാൾ ചെയ്യുമ്പോൾ JRF കിട്ടും. അതാണ് ടോക്കൺ എക്കണോമിൻ്റെ ബേസിക് ഫിലോസഫി എന്ന് പറയുന്നത്. അത് 100 എത്തുമ്പോൾ 50 എത്തുമ്പോൾ നിങ്ങൾക്ക് റിവാർഡിങ് ആയ ഒരു കാര്യം, അത് ചിലപ്പോൾ ഒരു മെറ്റീരിയൽ ആയിരിക്കാം, ചിലപ്പോൾ ഒരു പൊസിഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ലീഡർഷിപ്പ് ആയിരിക്കാം. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ വീണ്ടും പറയണത്, ഇത് ടെറ്റ് എക്സാമിൻ്റെ ഒരു 4 ഓപ്ഷനിലൊരു ഓപ്ഷൻ മാത്രമാണ് എന്ത്, ടോക്കൺ എക്കണോമി എന്ന് പറയുന്നത്. ഇതിനെന്ത് ചെയ്യുന്നില്ല, ക്ലാസ് മുറിയിൽ പരീക്ഷിക്കപ്പെടുന്നേ ഇല്ല, ഒരു ചിലവുമില്ല. കുറച്ച് ടോക്കൺസ്, ഡിഫറെൻറ്റ് കളേഴ്സ് ടോക്കൺസ് വാങ്ങിക്കുന്നു. അതൊരു പെർട്ടിക്കുലർ എത്തുന്ന സമയത്ത്, എണ്ണം എത്തുന്ന സമയത്ത് അയാൾക്കൊന്നും വാങ്ങിക്കൊടുക്കണ്ടെന്നേ, ആ ആൾ എന്ത് ചെയ്താൽ മതി, ഹീറോ ഓഫ് ദ വീക്ക് അല്ലെങ്കിൽ സ്റ്റാർ ഓഫ് ദ വീക്ക് എന്ന് പറയുന്ന ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഇത് 5 ആരാണോ ആദ്യം അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ 10 ആരാണോ അച്ചീവ് ചെയ്യുന്നത്, അതിന് ഏറ്റവും ലളിതമായ ഫോമാണ്. പക്ഷെ എന്തുകൊണ്ടോ ഈ ടോക്കൺ എക്കണോമി ഒന്നും നമ്മൾ വീട്ടിലോ ക്ലാസ്സിലോ പരീക്ഷിക്കപ്പെടുന്നില്ല. ഓക്കെ, ഇനി നിങ്ങൾ ഇപ്പോൾ ചെറിയ കുട്ടി ഇപ്പോൾ 7, 8 അത്രയും 10 months ഒക്കെ അല്ലേ, വീണ്ടും ഒരു 6 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് ശരിക്കും ഈ സാധനമൊക്കെ നിങ്ങളെ വീട്ടിനകത്ത് തന്നെ പരീക്ഷിച്ച് നോക്കാൻ തോന്നുന്നു. ഓക്കെ, തൊട്ട് മുന്നേ ഒരു ചോദ്യത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യം ഒന്നും കൂടി പറയണം തോന്നുന്നു. ഓക്കെ, ഫ്രീഡം എങ്ങനെയൊക്കെ കൊടുക്കണം, എവിടെ തൊട്ട് കൊടുത്തോടണം, എങ്ങനെ കൊടുക്കണം, അത് ബേസിക്കലി എങ്ങനെ കൊടുക്കണം? പല പാരൻസും കൊടുക്കാതിരിക്കുന്നത് പേടി കൊണ്ടാണ്. ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അതിന് ഞാൻ തോന്നുന്നു, ഞാൻ പേടി എന്ന് പറഞ്ഞതിനേക്കാളും കൂടുതൽ പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് സ്നേഹക്കൂടുതൽ. ആളുകളുടെ സ്നേഹക്കൂടുതൽ കൊണ്ട് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നു കുട്ടിക്ക്. കുട്ടി രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂൾ ബസ് ഹോൺ അടിക്കുമ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ മുട്ട പൊരിച്ചുകൊണ്ട് നിൽക്കണ ആ ഉമ്മ തന്നെ ഈ കൈയൊന്ന് അങ്ങോട്ട് എത്തിയിരുന്നെങ്കിൽ ആ ID കാർഡ് എടുക്കാമായിരുന്നു എന്ന് പറയും. ആ രീതിയിലാണ് നമുക്ക് നമ്മളെ ഇന്ത്യൻ സങ്കല്പത്തിലുള്ള ഒരു ദേവി സങ്കല്പം, കുറേ കൈകളുള്ള ഉണ്ടല്ലോ. ഇത് ശരിക്കും നമ്മൾ ഇന്ത്യൻ അടുക്കളയിലുള്ള ഒരു സ്ത്രീ നമ്മളിങ്ങനെ നോക്കിയാൽ നമുക്ക് ഹാലൂസിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ആ അമ്മക്ക് ഒരൊറ്റ വാക്കിൽ പറയാം എന്ത്, ID കാർഡ് ഇന്ന സ്ഥലത്തിൻ്റെ നോക്കി തോന്നും അല്ലേ. പക്ഷെ അത് ചെയ്യൂല. എന്ത് ചെയ്യും, ആ കുട്ടീനെ അങ്ങ് കംഫർട്ടാക്കി ആ കുട്ടി പോണ വരെ ഒരു പ്രഷർ കുക്കർ പോലെ ഈ അമ്മ അങ്ങനെ പൊട്ടാണ്. നേരെ മറിച്ച് ഞാൻ
എപ്പോഴും പാരൻ്റൽ ട്രെയിനിങ്ങിൽ പറഞ്ഞ സാധനമാണ്. കുട്ടി വീട്ടിലേക്ക് വരുന്ന ആ സമയത്ത് ഒരു 2 മിനിറ്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രാവിലെ കുട്ടി പോകുന്ന സമയത്തുള്ള ഒരു 20 മിനിറ്റ് നമുക്ക് ലാഭിക്കും. അതെങ്ങനെയാണെന്നും കൂടി വേണം നമുക്കൊന്നും പറയാം. കുട്ടി വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, വിടരുത്, നമ്മളവിടെ നിൽക്കുന്നു. അപ്പോൾ കുട്ടി മനസ്സിലാക്കിക്കൊള്ളുന്നത് ഈ ഷെയ്ക്ക് ഹാൻഡ് എപ്പോഴാണ് വിടുക, ഈ ഷൂ ഊരി കഴിഞ്ഞാലാണ്. നമ്മൾ വിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ അയാളെ ഷോൾഡറിൽ ഇങ്ങനെ കഴിച്ചു കൊണ്ടിരുന്നു. ആ കൈ എപ്പോഴാണ് എടുക്കേണ്ടത്, അയാളെ ബാഗ് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് വെച്ച് കഴിയുമ്പോൾ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അയാൾ കൂട്ടി കൈ പിടിച്ച് ഇങ്ങനെ വരുന്നു, ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരു സെക്കൻഡ് പോസ് ചെയ്യുന്നു. ജസ്റ്റ് 30 സെക്കൻഡ്സ് പരിപാടിയാണ്. അയാളുടെ ഡ്രസ്സ് അയാൾ അൺഡ്രസ്സ് ചെയ്ത് അയാളുടെ ഡ്രസ്സ് ഇടാൻ പോകുന്ന സമയത്താണ് എന്ത് ചെയ്യേണ്ടത്, അമ്മ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് സാധനങ്ങൾ, അല്ലെങ്കിൽ ചായ ആണെങ്കിൽ ചായ, പാലാണെങ്കിൽ പാല് കൊടുക്കുന്നത്. പക്ഷെ ഇന്ന് എന്താ സംഭവിക്കുക, കുട്ടി വരുന്നു, കുട്ടി കുറേ അലറി വിളിക്കും. അലറി വിളിച്ച് റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിൽ ആദ്യം കുട്ടി എന്താ ചെയ്യുക, നേരെ പോയിട്ട് ഫോൺ എടുക്കും. ചിലപ്പോൾ ആ യൂണിഫോമിൽ രാത്രി 7 മണി വരെ 8 മണി വരെയൊക്കെ നിൽക്കും. റൈറ്റ്. എന്നിട്ട് ആ അമ്മ പിന്നെ എന്ത് ചെയ്യാണ്, ചിലപ്പോൾ ഈ യൂണിഫോം അലക്കിയിട്ട് വേണമായിരിക്കും നെക്സ്റ്റ് ഡേ ഇടാൻ. അയാൾ എപ്പോഴോ ബോധമില്ലാതെ ഊരി എറിഞ്ഞൊരു ID കാർഡ് ഉണ്ടാവും. അത് പിന്നെ ഉച്ചക്ക് സെർവൻ്റ് വരുമ്പോൾ അടിച്ചു വരുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, ബെഡിൻ്റെ അടിയിൽ നിന്ന് കിട്ടുക. ഈ ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ പാരൻസ് നടപ്പിലാക്കിയാൽ അവർക്ക് കുറേ സമയം ലാഭിക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിനെ ഒന്ന് ഊന്നി പറയണം. ഉത്തരവാദിത്തത്തിൽ അധിഷ്ഠിതമായൊരു വിദ്യാഭ്യാസം വീട്ടിലുണ്ടാവണം, സ്കൂളിലുണ്ടാവണം. ഈ ചെയ്യുന്നതിനൊക്കെയും റിവാർഡ് കിട്ടണം. നമ്മൾ പാഠപുസ്തകത്തിൽ സിലബസിൻ്റെ ഭാഗമായി പ്രത്യേകിച്ചും ടീച്ചർ ട്രെയിനിങ്ങിൽ പഠിച്ച മുഴുവൻ കണ്ടൻറ്റിനും ക്ലാസ് മുറിക്കകത്ത് അപ്ലിക്കേഷൻ ഉണ്ട്. അത് അപ്ലൈ ചെയ്യാതെ അതിന് ഒരു ടെറ്റ് പരീക്ഷക്കോ നെറ്റ് പരീക്ഷക്കോ ഉള്ള മാർക്ക് കിട്ടാനുള്ള ഉപാധിയായി കണ്ടതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. അതല്ലാതെ നമ്മുടെ വിദ്യാഭ്യാസത്തിന് തകരാറുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണില്ല. അതിനെ സ്വയം നവീകരിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ അധ്യാപകനുണ്ട്. H=I²RT എന്ന് പഠിപ്പിച്ച് ഇക്വേഷൻ പഠിപ്പിച്ച് മാർക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ തന്നെ വീട്ടിൽ കറണ്ട് പോയാലുള്ള SOP എന്താണെന്ന് അറിയണം. അതേപോലെ ഈ പറയുന്ന ചീമുട്ടയുടെ ഗന്ധം പഠിപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള നല്ല ആളുകൾക്ക് ഇഷ്ടമുള്ള സ്മെല്ലുള്ള സോപ്പ് എങ്ങനെ ഉണ്ടാക്കുക, ഹാൻഡ് വാഷ് എങ്ങനെ ഉണ്ടാക്കുക, പിന്നെ പെർഫ്യൂം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കൂടി ക്ലാസ് മുറിയിൽ പഠിപ്പിക്കേണ്ടതാണ്. ഓക്കെ, നൈസ്. നമ്മളിതിൻ്റെ ഒരു അവസാന പാട്ടിലേക്ക് വരും. ഇപ്പോൾ ഫർദറായി നമ്മൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ പറഞ്ഞു ഒക്കെ ഒരു AI കാലത്താണ്. അപ്പം പാരൻസിൻ്റെയും ഒരു ഇനീഷ്യൽ കൺഫ്യൂഷൻ, എങ്ങനെയാണ് ഞാൻ എൻ്റെ കുട്ടികളെ, ഒരു സ്കൂൾ കുട്ടിയെ AI ഞാൻ ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസോ ടൂൾസോ കാര്യങ്ങളിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് ഇപ്പം സ്കൂളുകളുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് സ്കൂൾ ലെയറിലെ ഹയർ സെക്കൻഡറി അധ്യാപകൻ കൂടിയാണ്. അപ്പം എങ്ങനെയാണ് എൻ്റെ കുട്ടിയെ ഞാൻ AI റെഡിയാക്കേണ്ടത്, അല്ലെങ്കിൽ പുതിയ കാലത്ത് എൻ്റെ കുട്ടിക്ക് AI ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കൊടുക്കേണ്ടത് എന്ന് ഒരു നോർമൽ ഏതൊരു പാരൻറ്റിൻ്റെയും ഇപ്പോഴത്തെ ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ അതിൽ എന്താണ് ഷുക്കൂർ മാഷ് പറയാനുള്ളത്? ഓക്കെ, ഇത് വലിയ ഡെപ്തുള്ളൊരു ചോദ്യമാണ്. നമുക്കറിയാം കുട്ടികൾക്ക് ദേ ഹാവ് ക്യൂരിയോസിറ്റി, ദേ ആസ്ക് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്കറിയാം കുട്ടികൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ആളുകൾ ഫാമിലിയിലുണ്ടാവും. ചില ചോദ്യങ്ങൾ നമ്മൾ ഫിൽട്ടർ ചെയ്യും, ചിലത് നമ്മൾ കേൾക്കാത്ത പോലെ നിൽക്കും. ഇതായിരുന്നു സംഭവിച്ചു. ഇതേ ചോദ്യങ്ങളുള്ള ഇതേ ക്യൂരിയോസിറ്റിയുള്ള കുട്ടികളാണ് ഇന്നുള്ളത്. പക്ഷേ ഓലെ ആ ചോദ്യങ്ങൾക്ക് നമ്മൾ പ്രോപ്പറായിട്ട് അവർ ലീഡ് ചെയ്തില്ലെങ്കിൽ ദ നെക്സ്റ്റ് മൊമെൻറ്റ് ദേ വിൽ ആസ്ക് ടു ChatGPT ഓർ ജെമിനി ഓർ പെർപ്ലക്സിറ്റി എവിടെയെങ്കിലും ചോദിക്കും. അവർക്ക് എല്ലാ ഉത്തരവും കിട്ടുന്നുണ്ട്. ചില ഉത്തരങ്ങളൊന്നും ചില പ്രായങ്ങളിൽ കിട്ടേണ്ടതല്ല അതാണ് എൻ്റെ ഒരു ടേക്ക് കേട്ടോ. കാരണം ഓരോന്നിനും ഒരു ഏജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിവൈസസ് കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ കുറേയും കൂടി പാരൻസ് ക്യൂരിയസ് ആൻഡ് ഫോക്കസ്ഡ് ആവണമെന്ന് തോന്നുന്നു. ചിലർക്ക് ഭയങ്കര അഭിമാനത്തോടുകൂടി പറയും ഏത് സമയത്തും എന്താണ് ChatGPT ആണ്, അല്ലെങ്കിൽ ChatGPT ആണ്, എല്ലാം പെർഫെക്റ്റ്. ഓക്കെ, ഗുഡ്, നല്ലതാണ്. പക്ഷേ പാരൻസ് ഇതിൻ്റെ ഹിസ്റ്ററി കൂടി മനസ്സിലായില്ലേ? ഈ എന്താണ് കുട്ടി സെർച്ച് ചെയ്തത്, കുട്ടി എന്താണ് അന്വേഷിച്ചത് എന്നുള്ള. കാരണം എല്ലാത്തിൻ്റെയും ഡിജിറ്റൽ ഫുട് പ്രിൻ്റ് ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മോണിറ്ററിങ് വേണം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ റിവാർഡ് കൊടുക്കേണ്ടതിന് റിവാർഡ് ചെയ്യണം. അതേപോലെ തന്നെ തിരുത്തേണ്ടതിന് തിരുത്തണം. ഫ്രീ ആയിട്ട് ഒരിക്കലും, ഞാൻ എൻ്റെ ഒരു ടേക്ക് അനുസരിച്ച് 15 വയസ്സെങ്കിലും കഴിയാതെ
കുട്ടികൾക്ക് സ്വതന്ത്രമായി ഫോൺ കൊടുക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ പഴയ 18 വേണമെങ്കിൽ നമുക്ക് വിടാം. ഓക്കെ, 15 വയസ്സ് ഒരു 10th കഴിയണ വരെ ഒരു കുട്ടിക്ക് ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഇൻ പാരൻ്റൽ ഒബ്സർവേഷൻ ആൻഡ് സൂപ്പർവിഷൻ. ഇനി ആ സൂപ്പർവിഷനോ ഒബ്സർവേഷനോ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടെന്നെങ്കിലും കുട്ടികൾക്ക് ഫീൽ ചെയ്യണം. അതിനുവേണ്ടി പാരൻസിന് എന്ത് ചെയ്യാം, ദൂരമുള്ള രക്ഷിതാക്കൾക്ക് ആ ഡിവൈസിലേക്ക് കോൾ ചെയ്യാം, അവരെന്തൊക്കെ സെർച്ച് ചെയ്തു എന്ന് നോക്കാം, അവരുടെ ഈ പറയുന്ന ഡിജിറ്റൽ ഫുട് പ്രിൻറ്റുകളിൽ എവിടെയെങ്കിലും മിസ്ലീഡ് ചെയ്യണ്ടോ. കോൺസ്റ്റൻ്റ്ലി കുട്ടികൾ വെറുതെ രസമായിട്ട് സെർച്ച് ചെയ്യണമെന്ത്, എങ്ങനെ സൂയിസൈഡ് ചെയ്യാം, വേദന ഇല്ലാതെ എങ്ങനെ സൂയിസൈഡ് ചെയ്യാം, ഇതൊക്കെ എന്നിട്ട് ഇവർ എന്ത് ചെയ്യാണ്, ക്ലാസ് മുറിക്കകത്ത് ഇവർ ഡിസ്കസ് ചെയ്യാണ്. നമുക്ക് മനസ്സിലാകാത്ത, എനിക്ക് സത്യത്തിൽ വ്യക്തിപരമായ ആൾക്കാർ പറയാം, ഈ ജെൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെങ്ങനെ വേർതിരിച്ച് നിർത്തുന്ന ആ ഒരു സാധനം അവർക്കെല്ലാം ആകാമെന്ന് പറയുന്നത്, അതിനോട് വ്യക്തിപരമായി വലിയ വിയോജിപ്പുള്ള ഒരാളാണ്. അങ്ങനെയൊന്നുമില്ല. മനുഷ്യർ നോക്കൂ, ടെക്നോളജി എല്ലാ സമയത്തും ഒപ്പാണോ എല്ലാ സ്ഥലത്തും വന്നതല്ല. പല കാലങ്ങളിൽ ഇപ്പോൾ അതിൻ്റെ വേഗത ഒരു ഇത്തിരി കൂടി എന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾ, അവരുപയോഗിക്കുന്ന വാക്കുകൾ ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതിനെ എൻഡോസ് ചെയ്യേണ്ടതില്ല എന്ന് തോന്നുന്നു. അവർ പറയുന്ന വാക്കുകളും പഠിക്കണം, നമ്മൾ പറയുന്ന വാക്കുകൾ അവരും പഠിക്കണം. ഇതിനെങ്ങനെ ഒരു വേറൊരു പാരലൽ വേൾഡാക്കി നിർത്തുന്നതിൽ ഒരു വലിയ അപകടമുണ്ട് എന്നാണ് പല രക്ഷിതാക്കളും ഇന്ന് പുതിയ കാലത്ത് അങ്ങനെയല്ല. നമുക്ക് നമ്മളെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 ഘടകങ്ങൾ, നമ്മളെ ഇൻ്റലിജൻസ്, പേഴ്സണാലിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ എല്ലാ സൈക്കോളജി ടെക്സ്റ്റ് ബുക്കിലും പറയുന്ന 5ാമത്തെ കാര്യം എന്ത്, നമ്മുടെ വാല്യൂസ് എന്ന്. ഈ വാല്യൂസിനെ മറന്നുകൊണ്ട് ഒരു സംസ്കാരം സൃഷ്ടിക്കപ്പെടുക എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള ഒരു അജണ്ടൻ്റെ ഭാഗമാണെന്നാണ് അങ്ങനെയും കൂടി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വേർതിരിവ്, ജെൻസി എന്ന് പറഞ്ഞ വേറെ വേർതിരിവ്, അല്ലെങ്കിൽ ആൽഫ എന്ന് പറഞ്ഞൊരു വേർതിരിവ്, ഇതൊക്കെ ഓരോ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ആണ് എന്ന് വിശ്വസിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ടത്തരാണ്. നമ്മൾ ഒരേ സമയം ഈ ആളുകളും ഒരു 10 ഇയർ കഴിഞ്ഞാൽ 5 ഇയർ കഴിഞ്ഞാൽ ആ പാരൻറ്ഹുഡിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ പരസ്പരം സഹകരിച്ചുകൊണ്ട്, പരസ്പരം പ്രൊമോട്ട് ചെയ്തുകൊണ്ട്, സെൽഫ് എസ്റ്റീം വളർത്തിക്കൊണ്ട്, ഉത്തരവാദിത്തത്തിൽ മൂല്യാധിഷ്ഠിതമായ മൂല്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് യഥാർത്ഥത്തിലുണ്ട്. നമുക്ക് നിലവിൽ അങ്ങനൊരു സിസ്റ്റമുണ്ട്. പക്ഷെ ഈ സിസ്റ്റത്തിനകത്തുള്ള പ്രത്യേകിച്ച് അധ്യാപകരാണ് ഈ ഒരു പറയുന്ന പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുന്ന, നെറ്റിന് മാർക്ക് വാങ്ങുന്ന, തെറ്റിന് മാർക്ക് വാങ്ങുന്നതിൻ്റെ അപ്പുറത്ത് ഇതിനു കൂടി ക്ലാസ് മുറിയിൽ ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ ഒരു പ്രശ്നം ഇപ്പം ഷുഗർ മാഷ് പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ ജെൻസി സെപ്പറേഷൻ ഉണ്ട്. ഓക്കെ, അവരൊരു ടീമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാരൻസും അതിലൊരു നിസ്സഹായരാണ് എന്നുള്ള ഫീലിങ്ങിലാണ്. നമ്മളൊന്നും ചെയ്തതുകൊണ്ടൊരു കാര്യമില്ല, അത് പുതിയ കാലത്തെ കുട്ടികളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, തിരിച്ചുള്ള അതിലും വലുതായിരിക്കും അവർ പറയാ എന്നുള്ളതൊക്കെ. ഇതൊക്കെ നമ്മളൊരു അനാവശ്യമായിട്ടുള്ളൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞ പോലെ. ഓക്കെ, ആസ് എ ഫൈനൽ ആസ്പെക്ട് നമ്മൾ തന്നെ ഒന്ന് ഡിബേറ്റ് ചെയ്തൊരു ആസ്പെക്റ്റാണ്. ഇന്നത്തെ കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് എന്താവണം എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും ഇല്ല എന്നുള്ളൊരു സാധനം പറയാറുണ്ട്. ഓക്കെ, അതായത് ഭാവിയിൽ എന്താവണം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പം എന്നോട് പലരും പറയുന്നുണ്ട്, ഇന്നത്തെ കുട്ടിക്ക് അങ്ങനെ ഒരു ലോങ് ടേം വിഷൻ ഒന്നുമില്ല, ഭാവിയിൽ എന്താവണം എന്നുള്ളതിനെക്കുറിച്ച് വലിയ ആഗ്രഹമൊന്നുമില്ല. ഓക്കെ, അവർക്ക് ഇപ്പം ഇങ്ങനെയാണ് പോയാൽ മതി, അടിപൊളിയൊക്കെ ഇങ്ങനെ പോയാൽ മതിയെന്ന്. ഇന്നത്തെ കുട്ടികളായിട്ട് എന്നെക്കാളെ ഡീൽ ചെയ്ത ആളാണ് ഷുക്കൂർ സാർ. ഇന്നത്തെ കുട്ടികൾ അങ്ങനെ കുട്ടികളാണോ, അതോ ഇന്നത്തെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതോ പാരൻസിൻ്റെ പ്രശ്നമാണോ? ഇതിൽ എനിക്ക് പലപ്പോഴും ഒറ്റയ്ക്ക് തോന്നി, ഞാൻ ഇതുവരെ ആരോട് ഷെയർ ചെയ്തിട്ടില്ല. നിങ്ങളോടത്താണായിരിക്കും ആദ്യം പറയുന്നുണ്ട് ഈ ക്യാമറയിൽ. ബുദ്ധനൊക്കെ ഇപ്പോൾ തിരിച്ചു വന്നിരുന്നെങ്കിൽ, ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചു വന്നില്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കണേ. കാരണം ഇവരൊക്കെ വർഷങ്ങളോളം എടുത്ത ആളുകളോട് പറഞ്ഞ എന്താ, മൈൻഡ്ഫുൾ ആവാനാണ്. നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് എന്ത് ചെയ്യണ്ട, ബേജാറാവണ്ട, പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കണ്ട, അല്ലേ? അതേപോലെ അഷ്ടവക്രൻ്റെ സാധനമൊക്കെ ആയിട്ട് പറഞ്ഞ സംഭവം എന്ത്, യു ആർ നൈദർ ദ റീപ്പർ നോർ ദ ഡൂവർ, സോ ബി ഹാപ്പി മൈ സൺ. ഇത് സിമിലർ സാധനമാണ് യേശുവിൻ്റെ ഒക്കെ സാധനമായിട്ട് പറയപ്പെടും. പക്ഷേ നമ്മളതിനെ മൈൻഡ്ഫുൾനെസ് ആണെന്ന് വിചാരിക്കുമ്പോൾ തന്നെ, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് എൻ്റർലി ഒരു കാം സമാധാനത്തിലുള്ള സാധനമാണ്. ഇതിൻ്റെ ഒപ്പം ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത് അതിഭീകരമാണെന്ന തൊട്ട്. ഇമ്പൾസിവിറ്റി ഇല്ലാത്ത ശാന്തമായ ഒരു മൈൻഡ്ഫുൾനെസ് ആണെങ്കിൽ ഞാൻ പറയാം, ബുദ്ധനോ ജീസസോ അഷ്ടവക്രനൊക്കെ ഇപ്പം തിരിച്ച് ട്രാവൽ ചെയ്ത് വരികയാണെങ്കിൽ ബി ഹാപ്പി. കാരണം അവരെന്താണോ പണിയെടുത്തത് ആ പണിയോട് നടന്നത്. പക്ഷേ ഇമ്പൾസിവിറ്റി എന്തുകൊണ്ടുണ്ടാവണം എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ ക്ലിയറാണ്. ഫിസിയോളജിക്കൽ ആസ്പെക്റ്റിൽ നമ്മൾ കുട്ടികൾ വളരെ വീക്കാണ്. ഞാൻ എപ്പോഴും കുട്ടികളെ സ്ഥിരമായി അക്കാഡമിക്സിൻ്റെ ഇടയിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്ത്, നിങ്ങളിപ്പോൾ കൊണ്ടുപോയിട്ട് വെയിറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ
നിങ്ങളെ ബയോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് എന്നെക്കാൾ അല്ലെങ്കിൽ ഈ വർഷം റിട്ടയർ ആണ് അധ്യാപകരെക്കാൾ കൂടുതലായിരിക്കും. കാരണം ഇവരെ സ്ലീപ്പ് പാറ്റേൺ ഭീകരമാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഒരു കാര്യവും ഇല്ലാതെ ഒരു 11 മണിക്ക് ശേഷം ഉറക്കം ഒഴിവാക്കുക എന്ന് പറയുന്നത് അത് ഭീകരമായ നഷ്ടം ഉണ്ടാക്കും. പക്ഷെ 11, 12 നമുക്കാണ്. പലപ്പോഴും ഞാനൊക്കെ എണീറ്റിട്ട് എന്തെങ്കിലും ആദ്യത്തെ ഒരു മോർണിംഗ് മെസ്സേജിൻ്റെ ക്ലാസ് ഗ്രൂപ്പിൽ കൊടുക്കുമ്പോൾ പല ആൾക്കാരും ആ സമയത്ത് ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഈ പറയുന്ന 2:45, 3 മണിക്കൊക്കെ പല ആൾക്കാരും ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു ദിവസമൊക്കെ ഓക്കെ. പക്ഷെ നിരന്തരമായി 2 മണിക്ക് ഉറങ്ങുകയും 8 മണിക്ക് എണീക്കുകയും പ്രോപ്പറായിട്ട് ടോയ്ലറ്റിൽ പോകാതെ, പ്രോപ്പറായി കുളിക്കാതെ, പ്രോപ്പറായി ഭക്ഷണം കഴിക്കാതെ ക്ലാസ് മുറിയിൽ വരികയും, സൂര്യകാന്തിൻ്റെ പോലെയാണ് കുട്ടികളെന്ന് ഞാൻ എപ്പോഴും അനീസിനോട് തന്നെ പറഞ്ഞെന്ന് തോന്നുന്നു. അതായത് കുറേ നേരം ഇങ്ങോട്ട് ഉറങ്ങും, രാവിലെ ഇങ്ങനെ ഇങ്ങോട്ട് ഉറങ്ങും, അത് കഴിഞ്ഞ് ഇങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചൊന്നും ഇങ്ങനെ നിവർന്ന് കഴിഞ്ഞാൽ പിന്നെ ബോധം പോയി ഇങ്ങനെ ബാക്കിൽ കാണുക. ഒരു എനർജറ്റിക് ആയിരിക്കുന്ന ഒരു 17 വയസ്സുള്ള 18 വയസ്സുള്ള കുട്ടിയെ നമുക്ക് ക്ലാസ് മുറിയിൽ കാണാനേ പറ്റുന്നില്ല. കാര്യം ഞാൻ പലരിടത്തും സംസാരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഉറങ്ങുകയും ഇങ്ങനെ മറ്റ് ഹെൽത്ത് റിലേറ്റഡ് സാധനങ്ങളിൽ ആശങ്കപ്പെടുകയൊക്കെ ചെയ്യുന്നവരെ ഇവരെന്തോ അവരെ ഭാഷ പറഞ്ഞ ഒരു മൊണ്ണയായിട്ടാണ് അവർ കണക്കാക്കുന്നത്. വളരെ റയറായ ചില കുട്ടികൾ എന്തുണ്ട് ജിമ്മിന് പോകുന്നുണ്ട്. അതും പലപ്പോഴും ഞാൻ രക്ഷിതാക്കളോട് പറയണ്ടേ, വളരെ അപകടകരമായ ടൈമിലാണ് നമ്മൾ കുട്ടികൾ ജിമ്മിന് പോകുന്നത്. ഒരു ദിവസത്തെ എല്ലാ സ്ട്രെസ്സും കഴിഞ്ഞിട്ട് മിഡ് നൈറ്റിലൊക്കെ പല കുട്ടികളും ജിമ്മ് കഴിഞ്ഞ് വരുന്നു. ഇവർ പോകുന്നത് തന്നെ 9 മണിക്കാണ്. 9 to 10, 10:45 ജിമ്മ് ഉപയോഗിക്കുന്നു. എന്നിട്ട് അവിടെ അതിൻ്റെ വേർപ്പ് പറ്റാനാണ് ഇരിക്കുന്നു. വീട്ടിലേക്ക് ഇഷ്ടമുള്ള സമയത്ത് കയറി വരുന്നു, ഇഷ്ടമുള്ള അത്രയും ഉറങ്ങുന്നു. കാരണം അവർ ജെൻസി അല്ലേ, നമുക്കൊന്നും എന്തുണ്ടായിട്ടില്ല, അസൗകര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ചായ കുടിക്കാൻ ഹൈലൈറ്റ് മാൾക്ക്, ഏത് മലപ്പുറത്ത് നിന്ന് ഹൈലൈറ്റ് മാൾക്ക് വരിക, ഇവിടെയുള്ള കുട്ടി എന്ത് ചെയ്യുക, കൂരിയാടോ കക്കാടോ അല്ലെങ്കിൽ കോട്ടക്കലുള്ള സ്ഥലത്ത് ചായ കുടിക്കാൻ പോകുന്നത്. ഇതിന് ഏതൊക്കെ രക്ഷിതാക്കൾ വക വെച്ച് കൊടുക്കണ്ടോ അവരൊക്കെയും ഡെഫിനറ്റ്ലി ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ പേ ഓഫ് ഉണ്ടാവും. ചിലവരെ സംബന്ധിച്ചത് കേസും പ്രശ്നങ്ങളായിരിക്കും, ചിലവരെ സംബന്ധിച്ചത് ആശുപത്രിയിൽ കൊടുക്കുന്ന വലിയ ഭീകരമായ ബില്ലായിരിക്കും. പ്രോപ്പറായി ഉറങ്ങിയില്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഹെൽത്ത് തകരുമെന്നുള്ളതിന് ഒരു സ്റ്റഡീൻ്റെ ആവശ്യമില്ല. അത് വളരെ വിസിബിളായ എക്സ്പീരിയൻസ് ചെയ്യാണ്. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ രക്ഷിതാക്കൾ അത് വക വെച്ച് കൊടുക്കുന്നു. അത് വളരെ അപകടകരമാണ്. ഒരാൾ ഉറങ്ങേണ്ടത് ആ ദിവസം അല്ല. എല്ലാ കുട്ടികളും ഇന്ന് ഉറങ്ങുന്നത് ഇന്നത്തെ ഉറക്കമാണ് ഉറങ്ങിയിട്ട് അവർ വരുന്നത്. നമ്മളൊക്കെ തലേന്ന് ഉറങ്ങിയിട്ടാണ് ഇന്ന് എണീക്കുന്നത്. അവർ ഇന്ന് തന്നെ ഉറങ്ങി ഇന്ന് തന്നെ എണീക്കുകയാണ്. ഈ ക്ഷീണം, ഈ ഇത് നമ്മളുടെ സ്പോർട്സിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കേണ്ട. മിക്ക സ്കൂളിലും ഇന്ന് അര ദിവസം കൊണ്ടോ 3/4 ദിവസം കൊണ്ടോ ആ സ്കൂളിലെ സ്പോർട്സ് ഈവൻറ്റ് തീരുന്നു. 2 ദിവസം ഉണ്ടായാലും തീരാത്ത സ്പോർട്സ് ഈവൻറ്റ് അര ദിവസം കൊണ്ടൊക്കെ തീരുന്ന സ്കൂളുകൾ ഉണ്ട്. ഇതൊരു വലിയ അപകട സൂചനയാണ്. ഒരു പക്ഷേ ഇതൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മളെ തൊട്ടടുത്തുള്ള ബേബി വാങ്ങാനും പിന്നെ മറ്റ് ഇത്ര വാങ്ങാനൊക്കെ ആൾക്കാർ വന്നത്. ഇത് ഒരു പക്ഷേ നമ്മൾ സംസാരിച്ചതിൻ്റെ എല്ലാം കേട്ടില്ലെങ്കിലും ഈ അവസാന ഭാഗമെങ്കിലും രക്ഷിതാക്കൾ കേട്ട് ഇൻറ്റേർണലൈസ് ചെയ്ത് ഇതിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് ഇവർ തന്നെ, നമുക്കിന്ന് പണ്ടത്തെ പോലെ ബുക്കൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. എന്താ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിൽ കേട്ടോ, അതിൻ്റെ പ്രശ്നം എന്താണ്, ഉറങ്ങിയില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്, പ്രോപ്പർ ഭക്ഷണം കഴിച്ചുള്ള പ്രശ്നം എന്ന് ചോദിച്ചാൽ ദേ ക്യാൻ ലേൺ. അങ്ങനെ അവർ ലേൺ ചെയ്ത് ഒരു തിരുത്തുന്ന മനോഹരമായ ഒരു അടുത്ത അക്കാദമിക വർഷം ഉണ്ടായാൽ വളരെ നല്ലത്. നിങ്ങളെപ്പോലെയുള്ള എടെക് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് ഞങ്ങളെപ്പോലത്തെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ടീച്ചേഴ്സിന് പറയാനുള്ളത്, ഈ 2 മാസം ഉണ്ടല്ലോ അത് ഫില്ല് ചെയ്യൽ വലിയ അനിവാര്യതയാണ്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാവട്ടെ. ഓക്കെ. അങ്ങനത്തെ കുറച്ച് പ്ലാനുകൾ നമ്മൾ ഹാപ്പി സ്കൂളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. വിൽ ബി ഡിസ്കസിങ്. ഫൈനൽ ക്വസ്റ്റ്യൻ, ഒരുപാട് നമുക്ക് ഇനിയും പറയാനുണ്ട്, മറ്റ് സമയങ്ങളിലായിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ കുറച്ച് ഡിബേറ്റ് ചെയ്തൊരു ടോപ്പിക് തന്നെയാണ്. അതിൽ നിന്നാണ് നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അതായത് നമ്മളെ കാലത്തൊക്കെ ചെറുപ്പത്തിൽ തന്നെ 4ാം ക്ലാസ്സിലൊക്കെ അനീസിന് ഭാവിയിൽ എന്താവണം, ഫ്യൂച്ചറിൽ എന്താവണം എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു, നമ്മൾ ആഗ്രഹിക്കാറുണ്ടായിരുന്നു, പറയാറുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും നോർമലി വളരെ കുറവാണ്, ചോദിക്കുന്നവരുണ്ടാവാം. പക്ഷെ അവിടെ ഇപ്പോൾ പാരൻസിനെ സംബന്ധിച്ച് രണ്ട് സെറ്റ് ഓഫ് പാരൻസ് ഉണ്ട്. ഒരു സെറ്റ് ഓഫ് പാരൻസ് ഇപ്പോഴും
അവരുടെ ചൈൽഡ്ഹുഡിലോ അവരുടെ സ്കൂൾ ലെവലിലോ എന്തായിരുന്നു ഏറ്റവും ക്രൂഷ്യൽ എന്ന് കാണുന്നത് അത് തന്നെ മക്കളിലേക്കും ഗോളായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും സ്ഥിരം ജോലി, PSC ജോലി, ഗവൺമെൻറ് ജോലി ഒക്കെ പോലെയുള്ളതിന് വേണ്ടിയിട്ട് മക്കളെ റെഡിയാക്കുന്ന ഐഡിയ കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് പാരൻസും ഉണ്ട്. രണ്ടാമത്തെ ഒരു സെറ്റ് ഓഫ് പാരൻസ് ചിലപ്പം ഇന്നത്തെ കാലം ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കുട്ടിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, അവർ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അവിടെ എത്തുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, മിസ്ലീഡിങ് ആവുമെന്ന് പറയുന്നത്. ഇത് രണ്ടും എനിക്ക് തോന്നുന്ന ഒരർത്ഥത്തിൽ മിസ്ലീഡിങ് ആണോ എന്ന് സംശയമുണ്ട്. അപ്പം ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഗോൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒന്നുകൂടി ക്ലാരിറ്റി, ഇപ്പം ഷുക്കൂർ മാഷയും സൈക്കോളജി ടീച്ചർ ആണെങ്കിൽ കുറച്ചുകൂടി കരിയർ എക്സ്പെർട്ട് കൂടിയാണ് കരിയറിൽ കുട്ടികളുടെ ആസ്പെക്റ്റിൽ. ഒരു ഫ്യൂച്ചർ കുട്ടികളുടെ കരിയർ സെറ്റിങ്സിൽ ഇന്ന് എന്താണ് ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ അത് പാരൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ പാരൻസിനൊക്കെ കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിലൊരു കാര്യം ഉറപ്പാണ്, പുതിയ കാലം എന്തോ ഭയങ്കര സംഭവമാണെന്നും അതുകൊണ്ട് പുതിയ സെറ്റ് ഓഫ് സ്കില്ലാണ്, അതുകൊണ്ട് ഇന്നത്തൊക്കെ ഔട്ട്ഡേറ്റഡ് ആണെന്ന് പറഞ്ഞത് ഒരു മണ്ടൻ കൺസെപ്റ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം മനുഷ്യരുള്ളിടത്തോളം കാലം ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ല് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. രണ്ടാമത്തെ മറ്റുള്ളവൻ്റെ ഇമോഷൻ മനസ്സിലാക്കലാണ്, ആ ഇമോഷൻ അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ മനസ്സിലാക്കലാണ്. പിന്നെ ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവാണ്, ഗണിതക്രിയകൾ ഉപയോഗിക്കാനുള്ള കഴിവാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞാൽ തൊണ്ട തൊടാതെ വിഴുങ്ങാതെ അതിനോട് 4 ചോദ്യം ചോദിക്കലാണ്. ഇതിനൊക്കെയാണ് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്, റേഷണൽ തിങ്കിങ് എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് വിളിക്കുന്നത്. ഈ വിദ്യാഭ്യാസം എന്നും ആവശ്യമാണ്. ഓക്കെ. രണ്ടാമത് മനുഷ്യരുമായി ബന്ധപ്പെട്ട ഒരുപാട് മേഖലകളിലുള്ള സർവീസൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആ സർവീസ് എന്തായി മാറും? പ്രോംപ്റ്റായി മാറും. ഉദാഹരണം, നമ്മൾ ചെറുതാവുന്ന സമയത്ത് പാടത്ത് 40 ആൾക്കാരൊക്കെ ഇറങ്ങി നിന്നിട്ടാണ് ഞാറ് നടുകയും കൊയ്യുകയും ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് ഒരു 15-20 വർഷം മുന്നേ തന്നെ ഇത് ട്രാക്ടറായി. അപ്പോഴും എന്തവിടെ നടക്കുന്നുണ്ട്? കൃഷി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഏതോ ഒരുത്തനോ അല്ലെങ്കിൽ അയാളെ മക്കളോ ഒരാൾ ഈ ട്രാക്ടർ ഓടിക്കാൻ പഠിച്ചിരുന്നെങ്കിൽ ദേ വിൽ ബി ദ എക്സ്പെർട്ട്. ഇതേപോലെയാണ് AI-യുമായി ബന്ധപ്പെട്ടവരുള്ളത്. ഈ പറയുന്നതെല്ലാം ഉണ്ടാവും. ഇതിൻ്റെ മാസ്റ്ററാകുന്ന ഒരു എക്സ്പെർട്ടായാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെന്നും ഫ്രീ ആക്കി വിടുന്ന രീതി അത് ശരിയല്ല. ഞാൻ വീണ്ടും ഊന്നി പറയാണ്, ഈ ഉത്തരവാദിത്വത്തിൽ ഊന്നിയാണ് ഒരു വീട് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ ആ കുട്ടിയുടെ കരിയറിനെ കുറിച്ചൊന്നും അധികം ആശങ്കപ്പെടേണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നേരെ വളരെ ഇങ്ങനെ ലൈസൻസ് ഫ്രീ ആയിട്ട് വിട്ട് കുട്ടി തോന്നുമ്പോൾ കയറി വരുന്നു, കുട്ടി തോന്നുമ്പോൾ ജിമ്മിന് പോകുന്നു. കാരണം പലപ്പോഴും ഞാനൊക്കെ പാരൻസിൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഈ രാത്രി ജിമ്മിന് പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഇവരെന്തോ ദുനിയാവിൽ ആദ്യമായിട്ട് ആ സംഭവം കേൾക്കാന്നുള്ള രൂപത്തിൽ കേൾക്കാതെ. അതായത് ഒരു പകൽ മൊത്തം ഒരു മനുഷ്യൻ ക്ഷീണിച്ചതിന് ശേഷം ഒട്ടും ശാസ്ത്രീയമല്ലാതെ മസിലുണ്ടാവുക എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിൻ്റെ പുറത്ത് 2 മണിക്കൂർ 2.5 മണിക്കൂർ ഒരു കുട്ടി വർക്കൗട്ട് ചെയ്യണം. എന്നിട്ട് വർക്കൗട്ട് ചെയ്ത് ക്ഷീണിച്ച് ബോധം പോകേണ്ട കുട്ടി വന്നിട്ട് വീണ്ടും ഫോൺ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് അവൻ 4 മണിക്കൂർ ഉറങ്ങാണ്, 8 മണിക്കാണ് എണീക്കുകയാണ്. 8 മണിക്കൂറും പ്ലസ് ഒരു 2 കൂടി ജിമ്മിൻ്റെ പേരിൽ ഉറങ്ങേണ്ട അത്രയും ക്ഷീണമുണ്ടോ? ആൾ 4 മണിക്കൂർ ഉറങ്ങി എണീറ്റ് വരികയാണ്. ഇത് ഉണ്ടാക്കാൻ പോകുന്ന കാർഡിയാക് പ്രശ്നത്തിനെ കുറിച്ചോ ഇതിനകത്ത് അവർക്ക് ഡീഹൈഡ്രേഷൻ സംഭവിച്ചുകൊണ്ട് അവർക്ക് ഉണ്ടാക്കുന്ന കിഡ്നി പ്രശ്നത്തെക്കുറിച്ചൊന്നും ഈ രക്ഷിതാക്കൾ അവെയറേ അല്ല. എന്തുകൊണ്ടാണ് രക്ഷിതാക്കൾ അവെയർ അല്ലാത്തതെന്ന് അറിയാം? ദേ ആർ ബിസി വിത്ത് ദെയർ ഡിവൈസസ്. അവരുടെ ഡിവൈസിൽ അവരുടെ 7ാം ക്ലാസ്സിലെ അലുമിനി ഗ്രൂപ്പിലും അവരെ 10ാം ക്ലാസ്സിലെ അലുമിനി ഗ്രൂപ്പിലും അവർ കുടുങ്ങി കിടക്കുകയാണ്. അവർ ഫ്രീ അല്ല. ഇനി ഈ കുട്ടി വരുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കേണ്ട, അല്ലെങ്കിൽ ഈ പാരൻസിനെ നിയന്ത്രിക്കേണ്ട ഗ്രാൻഡ് പാരൻസ് ബിസിയാണ്. പലപ്പോഴും ഞാൻ നമ്മളെ വിഷയമായിട്ട് ബന്ധമല്ല പറയേണ്ട, പല ആളുകളുടെയും രക്ഷിതാക്കൾ കിടന്നുപോയത് പ്രായമായതുകൊണ്ടല്ല, അവരെ സ്നേഹക്കൂടുതലുകൊണ്ട് അവർ വാങ്ങിക്കൊടുത്ത പുതിയ ഡിജിറ്റൽ ഫോണുണ്ടല്ലോ, ഈ ഫോണ് നോക്കൂ, നമ്മളെ കുട്ടികളെ നോക്കുള്ളൂ, കിടന്നായിരിക്കും ഫോണാണ്. ഇരുന്നോ നടന്നോ ഇവരെന്ത് ചെയ്യൂല, ഫോൺ കാണില്ല. അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞ് ഒരു കിടപ്പിലായ ഒരു സമൂഹമായിട്ട് നമ്മൾ മാറാൻ വലിയ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ വീണ്ടും ഊന്നി പറയുന്നത് രക്ഷിതാക്കളോട്, നിങ്ങളെ സ്നേഹക്കൂടുതൽ കൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു അഴിച്ചുവിടലുണ്ടല്ലോ, ഈ അഴിച്ചുവിടലും നിങ്ങളെ സ്നേഹക്കൂടുതൽ കൊണ്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ, ഇത് രണ്ടും ഒരു കുട്ടിയുടെ ഭാവിയെയും പിന്നെ വർത്തമാനത്തെയും നശിപ്പിക്കും. ഓക്കെ. ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ആസ്പെക്റ്റാണ്. അതിന് തന്നെ ക്വസ്റ്റ്യൻ്റെ ഒരു ഫൈനൽ ആസ്പെക്റ്റ്. അപ്പം ഇന്നത്തെ കുട്ടികളോട് കുട്ടികൾ തന്നെ ഇപ്പം ചോദിക്കുന്ന സമയത്ത് ഭാവിയിൽ ആരാവണം എന്ന് കുട്ടികളോട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ
ആസ് എ കരിയർ ആസ്പെക്റ്റിൽ എന്താണ് ഒരു പാരന്റ് പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പാരന്റ് എങ്ങനെയാണ് റെഡി ആക്കേണ്ടത്? ഓക്കെ, അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതിനാണ് ഇതിനോട് ഒന്നുകൂടി ക്ലാരിറ്റി ഉണ്ടാക്കാം. ഇൻട്രസ്റ്റുകളെ ഒബ്സർവ് ചെയ്യുക എന്നുള്ള രക്ഷിതാക്കൾ. ഇപ്പം അനീസും ഞാനും ഒക്കെ വളരെ പേഴ്സണലായി നടത്തുന്ന ചില സംസാരങ്ങളിൽ നിന്ന് ഞാൻ ഇൻഫർ ചെയ്തത്, അനീസിൻ്റെ മോൻ എന്ന് പറയുന്നത് മ്യൂസിക്കിലൊരു ഇത്തിരി താല്പര്യമുള്ള, സ്പോർട്സിലൊരു ഇത്തിരി താല്പര്യമുള്ള ഒരു ആവറേജ് കുട്ടിയാണ്. ഓക്കെ, അതോടൊപ്പം അനീസ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സ്പേസ് റിലേറ്റഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ എക്സ്പോഷർ കൊടുക്കും. സോ രക്ഷിതാക്കൾ ശ്രമിക്കേണ്ടത് ഒരു 10 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് നമ്മളെ കുട്ടിയുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് കൃത്യമായി ഒബ്സർവ് ചെയ്യണം. ആ ഇൻട്രസ്റ്റ് ഏരിയയിലും അതിൻ്റെ അലൈഡ് ഏരിയയിലും ആളെ പിന്നെ എക്സ്പോസ് ചെയ്യുകയും അതിലയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കുകയും ചെയ്യും. ഞാനൊരു സന്തോഷത്തോടുകൂടി ഒരു കാര്യം പറയാം. എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി അത്യാവശ്യം മോശമില്ലാതെ ഫുട്ബോൾ കളിക്കും. ഒരു സാധാ ഫാമിലിയിലുള്ള കുട്ടിയാണ്. അപ്പോൾ അവനിങ്ങനെ അവൻ്റെ ഫുട്ബോൾ സാധനങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു ദിവസം വലിയ കാര്യത്തിൽ പറഞ്ഞത്, സാറേ എനിക്ക് പിന്നെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ജംഷഡ്പൂരാണെന്ന് തോന്നുന്നത്, ഏതോ ഒരു ISL കളിക്കുന്ന ഒരു ടീമിൽ പിന്നെ അതിൻ്റെ ജൂനിയർ ടീമിൽ സെലക്ഷൻ കിട്ടിയതാണ്. ഓക്കെ, സോ അത് പറയുന്നു, ഞാനത് ക്ലാസ്സിൽ അനൗൺസ് ചെയ്യുന്നു. അപ്പം തന്നെ അവനെ പ്രിൻസിപ്പൾ എടുത്തു കൊണ്ടുപോകുന്നു. എടുത്തു പറയുന്നത് ഞങ്ങളെ പ്രിൻസിപ്പൾ അഷ്റഫ് സാറ്. അദ്ദേഹം ഒരു സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതേപോലെ കുട്ടികളുടെ വൈവിധ്യങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പുള്ളി അപ്പം തന്നെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അവനോട് എൻ്റെ സാറടുത്ത് സംസാരിച്ചിട്ട് എന്താ വേണ്ടത് ചെയ്യൂ. അപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങി പോകാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ഓക്കെ, യു ഹാവ് ടു ഗോ ടു ദാറ്റ് ക്ലബ് ആൻഡ് അവിടെ പോലെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യണം, പിന്നെ ഇവിടുത്തെ അക്കാഡമിക് വർക്കുകൾ വാങ്ങണം, ഇടയ്ക്ക് ഇവിടെ വരണം, അറ്റൻഡൻസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോകണം. രണ്ട് ദൂരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുക. അവൻ പോയി, അവനൊരു 3 month 4 month ഒക്കെ ഇടയ്ക്ക് പോവും, ട്രെയിനിങ് എടുക്കും, ഇടയ്ക്ക് വരും. പക്ഷെ ആ ഒരു ഫ്രീഡം നമ്മൾ കൊടുത്തുകൊണ്ട് റെഗുലറായോ നമ്മളോട് കണക്റ്റഡ് ആയിട്ട് നിന്നു, എല്ലാ വർക്കും ചെയ്തു, എല്ലാതും മറ്റു കുട്ടികൾ ചെയ്യുന്നതിനേക്കാൾ ബ്യൂട്ടിഫുള്ളായി അയാൾ ചെയ്തു. നമ്മൾ അയാൾക്ക് ആകെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടാവുക. ഈ പോക്ക് വരവ് ഇടയ്ക്കിടയ്ക്കാണ് ഒരു 3 days 4 days ഒക്കെയാണ് ക്യാമ്പ് ഉണ്ടാവുക. നമ്മൾ അയാൾക്കൊരു 20% അല്ലെങ്കിൽ ഒരു 20 days ഒക്കെ ചിലപ്പോൾ അറ്റൻഡൻസ് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ അത് നിയമപരമായി ഒരു പക്ഷേ ഇതിങ്ങനെ വീഡിയോയിൽ പറയുന്നതിന് പോലെ ലിമിറ്റേഷനൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് ആ ലിമിറ്റേഷനെ കുറിച്ച് എനിക്കൊരു ഭയമില്ല. കാരണം അത് അയാളിൽ ഉണ്ടാക്കിയ ചേഞ്ച്, അയാൾ പോയപ്പോൾ ബാക്കി കുട്ടികളിൽ അതുണ്ടാക്കിയ ചേഞ്ച് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ സ്പോർട്സ് എന്ന് പറയുന്നത് അയാൾക്ക് ഒരു ആവറേജ് നമ്മുടെ നാട്ടിൽ പറഞ്ഞ പോലെ ഒരു കണ്ടം ലീഗ് കളിച്ചിരുന്ന ഒരാൾ ഇന്നലെ അവൻ പിരിയുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, സാറേ ഞാൻ മിക്കവാറും മഹാരാജാസിൽ പോകട്ടോ, മഹാരാജാസിൽ പോവുകയാണെങ്കിൽ ജയലൻ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്താണ്, എനിക്ക് വലിയൊരു ഗ്രൗണ്ട് കിട്ടും, ആൻഡ് എനിക്ക് ഏത് കോളേജിലും ആണെങ്കിലും അഡ്മിഷൻ തരാമെന്ന് ക്ലബിൻ്റെ ആൾക്കാർ പറഞ്ഞിട്ട്. ഇത് നമ്മൾ സാധാ ഫാമിലിയാണ്. അവരെ സംബന്ധിച്ച് ആ പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്തേക്ക് കുട്ടി പോകാമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സ്ഥലത്തു നിന്നാണ് അയാൾ ISL കളിക്കുന്ന ഏതോ ഒരു ടീമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് പോയിട്ട് വരുന്നത്. അതേപോലെ ഇപ്പോൾ ഇന്നലെ സോഷ്യൽ വർക്കിൻ്റെ സാറ് പറഞ്ഞ് ഒഡീഷ FC മാനേജ്മെൻറ്റ് ഇതിലുള്ള നന്നായി കളിച്ചിരുന്ന റാസി എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരാൾ. അപ്പോൾ ആ സോഷ്യൽ വർക്കിൻ്റെ സാറുണ്ട്, നോക്ക് നീ റാസിനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ റാസി പറഞ്ഞ ഒരാളുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ മറന്നുപോയിരുന്നു. നീ ഇവനൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. മഹാരാജാസിൽ പോവുകയാണെങ്കിൽ കൊച്ചിയിൽ പോവുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ അടുത്ത ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മളെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു ആളിലേക്ക് കണക്ട് ചെയ്യുന്നതോട് ഇയാളൊരു ലൈഫ് അവിടെ സെറ്റാണ്. ഈ ആളെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, നിർബന്ധിച്ചിട്ട് H=I²RT പഠിപ്പിക്കുന്നത്. പക്ഷെ അയാൾ യഥാർത്ഥ ബ്ലഡ് ഇതാണ്. അപ്പം ഇതിനെ തിരിച്ചറിയുന്ന അധ്യാപകരുണ്ടാവണം, ഇതിനെ തിരിച്ചറിയുന്ന രക്ഷിതാക്കളുണ്ടാവണം, ആൻഡ് ബേസിക് സെറ്റ് ഓഫ് സ്കിൽസ് നമ്മൾ കൊടുത്തേ മതിയാവും. 10 വയസ്സാകുമ്പോഴേക്ക് കൺക്ലൂഷൻ ഇതാണ്, 10 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടിയുടെ ഒരു ബേസിക് ഇൻട്രസ്റ്റ് എന്താ നമുക്ക് ഒബ്സർവ് ചെയ്താൽ കിട്ടും. അതിൻ്റെ ഒരു അലൈഡ് ഏരിയകളിൽ കൂടി ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഓക്കെ, കൂടുതൽ നമുക്ക് വരുന്ന പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള പാരൻസിന് ഒരുപാട് അടിപൊളി ഇൻസൈറ്റ്സ് ആണ് ഷുക്കൂർ സാറിൻ്റെ സംസാരത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും കൂടുതൽ സംസാരിക്കാം. കൺക്ലൂഡ് ചെയ്തോടെ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്കൂളുകളെക്കുറിച്ചും സ്കൂൾ കുട്ടികളെക്കുറിച്ചും പാരൻറ്റിങ്ങിനെക്കുറിച്ചും ഫ്യൂച്ചറിനെക്കുറിച്ചും ഒരുപാട് അടിപൊളി ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഹാപ്പി സ്കൂൾ പോഡ്കാസ്റ്റിൻ്റെ ഭാഗമായി ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് വീഡിയോകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് നമ്മുടെ കുട്ടികളെക്കുറിച്ചും കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ വീണ്ടും കാണാം. എല്ലാവരോടും സന്തോഷം, സ്നേഹം, പ്രാർത്ഥന. താങ്ക് യു.